പ്രിയ പ്രേക്ഷകരെ, ബി.ജെ.പിയുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ നേരത്തെ തന്നെ ന്യൂസ് 18 പലതവണയായി പുറത്തുവിട്ടതാണ്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക ശബ്ദരേഖ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശം ആണ് ഇപ്പോൾ പുറത്തു വന്നത്. കമ്മീഷൻ നൽകിയ കമ്പനി പ്രതിനിധിയുടേതാണ് ഈ ഓഡിയോ. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജനയ്ക്ക് നൽകിയത് 31 ലക്ഷം രൂപ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ കുടിശ്ശിക നൽകാമെന്ന ധാരണ പാലിക്കപ്പെട്ടില്ല എന്നും ഓഡിയോയിൽ പറയുന്നുണ്ട്. പേയ്മെന്റ് ഫുള്ള് വാങ്ങിത്തരുമ്പം കൊടുക്കാമെന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 4,65 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അത് വർഷം കഴിഞ്ഞുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ദിവസമായില്ലേ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടി കമ്പനിയിലൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കമ്പനി ആപാടെ നഷ്ടത്തിൽ നിൽക്കുവാണ്. നമുക്ക് ആപാടെ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. അതേസമയം ദേശീയ നേതൃത്വത്തിന് ലഭിച്ച ബില്ലിൽ ഒരു ദിവസം 27 മണിക്കൂർ കാർ ഓടിയെന്ന് കാട്ടിയും പണം തട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത് എന്ന് നമുക്കറിയാം. അവിടെയാണ് 27 മണിക്കൂർ സഞ്ചരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, ബി.ജെ.പിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് എന്താണ് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ പറയുന്നത് പോലെ അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു എന്നല്ലേ? തീർച്ചയായിട്ടും കൊടി അഴിമതിയിൽ 31 ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് നൽകിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിന്റെ ശബ്ദരേഖ കൂടി വരികയാണ്. 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയത് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തായത്. ഈ കമ്പനിയുടെ പ്രതിനിധിയാണ് ഒരു ബി.ജെ.പി നേതാവിനോട് സംസാരിക്കുന്നത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ നൽകി, എനിക്ക് മുഴുവൻ തുകയും നൽകാമെന്ന ധാരണയിലേ അങ്ങനെ കമ്മീഷൻ നൽകിയത്. എന്നിട്ടും എന്തുകൊണ്ട് ഇനി അതിൽ 4 ലക്ഷത്തിലേറെ രൂപ ബാക്കി 4.65 ലക്ഷം രൂപ ബാക്കി നൽകാനുണ്ട്. ആ തുക എന്തുകൊണ്ട് നൽകുന്നില്ല ചോദ്യമാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആകെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ്, ലാഭത്തിൽ നിന്നാണ് 31 ലക്ഷം രൂപ കമ്മീഷൻ പോലും നൽകിയത്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ കബളിപ്പിക്കുന്നെന്നാണ് കരാറുകാരൻ ബി.ജെ.പി നേതാവിനോട് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കുടിശ്ശിക നൽകാമെന്ന് അഞ്ജന സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ നടപടി നേരിട്ട് പുറത്തു നിൽക്കുന്ന അഞ്ജന ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. കമ്പനി ആകെ പ്രശ്നത്തിലാണ്. ഉടൻ ഫണ്ട് റിലീസ് ചെയ്യണമെന്ന് കമ്പനി പ്രതിനിധി ആവശ്യപ്പെടുന്നതാണ് ആ ശബ്ദരേഖയിൽ ഉള്ളത്. ഓരോ ദിവസവും ഈ അഴിമതി മൂടിവെക്കാൻ ബി.ജെ.പി നേതൃത്വം ശ്രമിക്കുമ്പോഴും കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വരികയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോ നേതാക്കൾക്കോ തള്ളിക്കളയാനാകാത്ത തരത്തിലുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ ഈ ബില്ലുകളുടെ കണക്കുകളുമൊക്കെ പുറത്തു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ബി.ജെ.പി ദേശീയ നേതൃത്വം ഞെട്ടിച്ച ഒരു കണക്ക്, ഒരു ടൂറിസ്റ്റ് ടാക്സിയുടെ ബില്ല് നൽകിയപ്പോൾ ഒരു ദിവസം 27 മണിക്കൂർ വണ്ടി ഓടി എന്ന ബില്ല് നൽകി. അത് കണ്ട ദേശീയ നേതൃത്വം കണ്ണുതള്ളിയെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. ഒരു ദിവസം 27 മണിക്കൂർ ഓടിയെന്ന് കാണിച്ച് പണം തട്ടിയിട്ടുണ്ട്. ബി.ജെ.പി നോർത്തിലെ തിരുവനന്തപുരം നോർത്തിലെ ബി.ജെ.പി നേതാവിന്റെ ഉടമസ്ഥയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലാണ് തട്ടിപ്പുള്ളത്. ബി.ജെ.പി സംഘടനാ ജനറൽ സെക്രട്ടറി സന്തോഷ് നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. ഈ ഏജൻസി നൽകിയ GST ബില്ലും വ്യാജമെന്നാണ് ഇപ്പോൾ ഈ ബി.ജെ.പിയുടെ അന്വേഷണ സംഘത്തിൽ തന്നെ തെളിവ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പല വിധത്തിലുള്ള തട്ടിപ്പുകൾ ബി.ജെ.പിയിൽ നടക്കുന്നു. അതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്നു. ഒരു അഴിമതി നടന്നിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം 9-ാം തീയതി വാർത്താക്കുറിപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹം പറയും പോലെയല്ല, വളരെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ദേശീയ നേതൃത്വം ലഭിച്ച പരാതി, അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ബി.ജെ.പിയെ സംസ്ഥാന നേതൃത്വം നാണം കെടുത്തുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. അഭിലാഷ്, മാത്രവുമല്ല, ഇതിപ്പോൾ വിചിത്രമാകുന്ന ചില വൗച്ചറുകൾ, ബില്ലുകളൊക്കെയാണല്ലോ നൽകിയിട്ടുള്ളത്. സാധാരണ ഒരു ദിവസം 24 മണിക്കൂറുള്ള ദിവസത്തിൽ 27 മണിക്കൂറൊക്കെ വാഹനം ഓടി എന്ന് പറയുന്ന തരത്തിൽ, അതായത് തട്ടിപ്പിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടി എന്നതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അരുൺ,
തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് നടന്നത്. അതിനെ ഏത് മാർഗവും ഉപയോഗിച്ചു, വ്യാജ ബില്ലുകൾ ഉപയോഗിച്ചു, വ്യാജ GST നമ്പർ ഉപയോഗിച്ചു, ഇല്ലാത്ത ഏജൻസികളുടെ പേരിൽ, ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ, പലചരക്ക് കടയുടെ പേരിൽ കൊടിയുടെ ബില്ല് നൽകുന്നു. കട്ടൌട്ട് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നൽകിയ പ്ലക്കാർഡുകളുടെ പേരിൽ വലിയ തട്ടിപ്പ്, 50% ലാഭം കമ്മീഷൻ വേണമെന്ന ആവശ്യം, അങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകളാണ്. ഈ BJP നേതാവിന്റെ കമ്പനിക്ക് തന്നെ കരാർ നൽകുന്നു, അതും തട്ടിപ്പിലൂടെ കരാർ നൽകുന്നു. അതിന് പുറമെ മറ്റു തട്ടിപ്പ് കൂടി, തട്ടിപ്പിന് പുറത്ത് തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ വ്യാജ GST നമ്പർ. ആ GST നമ്പർ പരിശോധിച്ചാലും ആ നമ്പർ കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള തട്ടിപ്പാണ് അതിലുമുണ്ടായത്. ഏതായാലും എല്ലാ തരത്തിലും വലിയ തട്ടിപ്പ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നെന്ന് ഓരോ ദിവസവും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. അഭിലാഷ്, യെസ്, സൂചിപ്പിക്കുന്ന പോലെ തന്നെ BJPക്കകത്ത് വലിയ തോതിലുള്ള ഫണ്ട് തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രം സൗജന്യമായി അനുവദിച്ച കൊടി, ആ കൊടിക്ക് 1 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് എന്ന നിലയിൽ എഴുതി കാണിച്ചു, എഴുതി പണം വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റ് ഷോപ്പുകാരൻ അറിയാതെ ചില ഷോപ്പുകളുടെ GST നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബില്ലുകളും വൗച്ചറുകളും തയ്യാറാക്കിയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇടനില നിന്നുകൊണ്ട്, കട്ടൌട്ടുകൾ പോലെയുള്ളവയുടെ ഇടനില നിന്നുകൊണ്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്ന പരാതി വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ നൽകി എന്ന തരത്തിൽ സ്ഥിരീകരിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തുവരുന്നത്. ഒരു ദിവസം വാഹനം 27 മണിക്കൂർ ഓടി എന്ന നിലയിലടക്കമുള്ള ബില്ലുകളടക്കം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പണത്തട്ടിപ്പ് എന്നുള്ളതാണ്. അതായത് പാർട്ടിക്ക് കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെലവഴിക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ കോടിക്കണക്കിന് രൂപയിൽ വലിയൊരു തുകയും ഈ പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ തന്നെ ആണ്, അവർക്കിടയിൽ തന്നെ ഉള്ള ആളുകൾ തന്നെയാണ് തട്ടിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.